Welcome to the fight, the Mullible Option Hunter Challenge. 20,000 rupees to 1 crore. സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചലഞ്ചിൻ്റെ 13ാമത്തെ ദിവസമാണ്. ഇന്ന് ഓൾമോസ്റ്റ് പ്രോഫിറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഏകദേശം 5500 രൂപ നമ്മൾ പ്രോഫിറ്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഒറ്റ ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഒറ്റ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേഴ്സ് കാണിച്ചു തരാം. ഒരു 2 മണിയാകുമ്പോൾ നമ്മൾ 23,500 സി എടുത്ത് 2:20 ആകുമ്പോൾ എക്സിറ്റ് ആവുകയും ചെയ്തു. 180-65 അടുത്ത് 209 എക്സിറ്റായി. ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാണെങ്കിൽ ഏകദേശം ഇവിടെ 57 2 മണി ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ക്യാൻഡിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഈ ക്യാൻഡിൽ എൻട്രി എടുത്ത് വീണ്ടും ഏകദേശം ഇവിടെ ആകുമ്പോൾ എക്സിറ്റ് ചെയ്ത്. കാരണം 400 റെസിസ്റ്റൻസ് എടുക്കാൻ എനിക്ക് ഉറപ്പായിരുന്നു ഏകദേശം ഈ നമ്മുടെ 428 എന്നുള്ള റെസിസ്റ്റൻസ് റേഞ്ചിൽ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി നല്ലൊരു മൂവ് ഇവിടെ കിട്ടി. നമുക്ക് ഇവിടെ കിട്ടി അതിലൊന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മൂവിന് എത്രത്തോളം കിട്ടുമെന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം മാർക്കറ്റ് ചെറുതായിട്ട് ഇത്രയും നല്ല മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് വീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് റിവേഴ്സിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തതാണ്. എന്തായാലും നമുക്ക് കുഴപ്പമില്ലാത്ത പ്രോഫിറ്റിലാണ് ഇന്ന് എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. 5500 രൂപയോളം പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39,168 ഇന്നലത്തെ ക്ലോസിങ്. ഓക്കെ, ഇന്ന് നമുക്ക് ചാർജസ് ഒക്കെ എത്ര കൂടിയിട്ട് എത്ര നഷ്ടമാവും? 141 റുപ്യ ചാർജ്, കാരണം ഒറ്റ ട്രേഡ് എടുത്തിട്ടുള്ളൂ. 141 റുപ്യ ചാർജ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 5,350 നമുക്കിതൊന്ന് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ജസ്റ്റ് 3-ാം തീയതി ആയിട്ടുള്ളൂ. 3-ാം തീയതി നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 45,000 ഈ മന്തിൻ്റെ ടാർഗറ്റ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് നമ്മൾ ഓൾമോസ്റ്റ് മന്തിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളുടെ ക്യാപിറ്റൽ അവിടെ തന്നെ അതേപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ചിലപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഡിഫിക്കൽട്ട് ആണോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്നത്തെ ക്ലോസിങ് നല്ല രീതിയിലുള്ള ക്ലോസിങ് ആണ്. ഈ നാളൊരു ഡൗൺ ആയാൽ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറ്റാനുള്ള സ്ട്രെങ്ത് ബുൾസിന് കിട്ടുന്ന തരത്തിലാണ് എന്തായാലും ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ ഒരു ബിയറിഷ് ട്രേഡ് എന്നുള്ളത് നാളെ റിസ്ക് ആണ്. നാളെ മാക്സിമം ബുള്ളിഷ് ട്രേഡാണ് മാക്സിമം നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ ഇത് കാണിച്ചു തരാം, ക്യാൻഡിൽ കാണിച്ചു തരാം. അതായത് മാർക്കറ്റ് ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് അവിടുന്ന് ബുൾസ് മാർക്കറ്റിനെ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചു കൊടുന്നതെന്ന് മാത്രമല്ല, ഓൾമോസ്റ്റ് ക്ലോസിങ്ങിൻ്റെ അടുത്ത് നമുക്ക് ഹയർ ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. കാരണം അഥവാ ഇത് ഡേ ലോ ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടും ഇന്ന് ബുൾസിനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് നല്ലതായിട്ടൊരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ തുടക്കമാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നോക്കി നോക്കാം. ഇനി നാളെ ഈ ഡേ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ബിയറിഷ് വ്യൂ നമുക്ക് എടുക്കാൻ പറ്റും. അതുവരെ മാക്സിമം മാർക്കറ്റ് വേണമെങ്കിൽ ഇതുവരെ വന്നിട്ട് വീണ്ടും തിരിച്ച് കയറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെ വെച്ചിട്ടും നാളെ ഒരു ബിയറിഷ് ട്രേഡ് ഭയങ്കര റിസ്ക്കാണ്. അത് സ്കാൽപ്പിംഗ് നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നോക്കാം ബാക്കി. അപ്പോൾ ഇന്നത്തെ ട്രേഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.